ഓംധാരയിലേക്ക് സ്വാഗതം. കണ്ണനെ സ്നേഹിക്കാത്തവരായി ആരെങ്കിലുമുണ്ടോ? വിഷമഘട്ടങ്ങളിൽ നമ്മൾ അറിയാതെ വിളിച്ചുപോകുന്ന പേരാണ് ഗുരുവായൂരപ്പ എന്നത്. എന്നാൽ പലപ്പോഴും നമ്മൾ വിചാരിക്കും, ഞാൻ ഇത്രയേറെ വിളിച്ചിട്ടും കണ്ണൻ എന്താണ് എന്നെ കേൾക്കാത്തതെന്ന്. സത്യത്തിൽ ഭഗവാൻ നമ്മെ കൈവിടാറില്ല. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഗുരുവായൂരപ്പന്റെ സാമീപ്യത്തിന്റെ വ്യക്തമായ സൂചനകളാണ്. ഗുരുവായൂരപ്പൻ നിങ്ങളുടെ കൂടെയുണ്ടെന്ന് മനസ്സിലാക്കിത്തരുന്ന ആ 5 ദിവ്യ സൂചനകൾ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. നമ്മുടെ ജീവിതത്തിൽ ചില നിമിഷങ്ങളുണ്ടാകും, എല്ലാ വാതിലുകളും അടഞ്ഞു എന്ന് തോന്നുന്ന ഘട്ടം. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയിലൂടെയോ സാഹചര്യത്തിലൂടെയോ സഹായം ലഭിക്കാറുണ്ട്. ഭാരതീയ ദർശനമനുസരിച്ച് ഭഗവാൻ നേരിട്ടല്ല വരുന്നത്, മറിച്ച് മറ്റൊരാളിൽ ആ ചൈതന്യം നിറച്ചുകൊണ്ടാണ്. ഉദാഹരണത്തിന്, പണ്ട് കുചേലൻ ഭഗവാനെ കാണാൻ പോയപ്പോൾ ഒന്നും ചോദിച്ചില്ല. പക്ഷേ തിരിച്ചു വന്നപ്പോൾ കുചേലന്റെ കുടിൽ കൊട്ടാരമായി മാറി. അതുപോലെ നിങ്ങളുടെ കഷ്ടപ്പാടുകൾ കണ്ണൻ അറിയുന്നുണ്ട്. കൂടാതെ സാമ്പത്തികമായോ മാനസികമായോ നിങ്ങൾ തകർന്നു നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായി ലഭിക്കുന്ന ഒരു സഹായം ഭഗവാന്റെ കൈമുദ്രയാണ്. യോഗക്ഷേമം വഹാമ്യഹം, നിന്റെ ഭാരം ഞാൻ വഹിക്കാം എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഇടപെടലുകളിലൂടെയാണ്. ഭഗവാൻ കൂടെയുണ്ടെന്നതിന്റെ ഏറ്റവും വലിയ സൂചന നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. ലോകം മുഴുവൻ നിങ്ങൾക്ക് എതിരെ നിൽക്കുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ എല്ലാം ശരിയാകും എന്നൊരു തോന്നൽ ഉണ്ടെങ്കിൽ അത് ഗുരുവായൂരപ്പൻ തരുന്ന ആത്മവിശ്വാസമാണ്. ആ ഭയം മാറുന്ന നിമിഷം ഭഗവാൻ നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിപ്പുറപ്പിച്ചു കഴിഞ്ഞു. ചിലർക്ക് അനുഭവപ്പെടുന്ന മറ്റൊരു അത്ഭുതമാണ് തുളസിയുടെയോ ചന്ദനത്തിന്റെയോ തീർത്ഥത്തിന്റെയോ ഗന്ധം. വീട്ടിൽ പൂജയോ മറ്റോ നടക്കാത്ത സമയത്ത് പോലും ഇത്തരം ഗന്ധങ്ങൾ അനുഭവപ്പെടുന്നത് ഭഗവാന്റെ സാന്നിധ്യം നിങ്ങളെ അറിയിക്കുന്നതിനാണ്. കൂടാതെ ഭഗവാന്റെ നാമം കേൾക്കുമ്പോഴോ സങ്കടം പങ്കുവയ്ക്കുമ്പോഴോ ശരീരത്തിൽ രോമാഞ്ചം ഉണ്ടാവുകയോ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയോ ചെയ്യുന്നത് ആ ചൈതന്യം നിങ്ങളെ സ്പർശിക്കുന്നതുകൊണ്ടാണ്. നമ്മുടെ ഉബോധമനസ്സിലൂടെ ഭഗവാൻ സമ്മതിക്കാറുണ്ട്. അതായത് സ്വപ്നത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഗോപുരമോ അല്ലെങ്കിൽ മഞ്ഞപ്പട്ടണിഞ്ഞ ബാലനെയോ മേൽപ്പീലിയോ കാണുന്നത് വലിയൊരു അനുഗ്രഹമാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ്. നിങ്ങൾ ഒരു വലിയ കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ഒരു കൃഷ്ണവിഗ്രഹം കാണുകയോ അല്ലെങ്കിൽ റേഡിയോയിലോ ഫോണിലോ ചെമ്പൈ സംഗീതമോ ഭഗവാന്റെ കീർത്തനങ്ങളോ കേൾക്കുകയോ ചെയ്യുന്നത് ഒരു ശുഭനിമിത്തമാണ്. കൂടാതെ നിങ്ങൾ ഒരു ചോദ്യത്തിന് ഉത്തരം തേടി നടക്കുമ്പോൾ എവിടെയെങ്കിലും എഴുതിവെച്ച വരികളിലൂടെയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ സംസാരത്തിലൂടെയോ ആ ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ അത് കണ്ണൻ പറഞ്ഞുതരുന്ന വഴികാട്ടിയാണ്. പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നടക്കാതെ പോകുമ്പോൾ നമ്മൾ ഭഗവാനെ കുറ്റപ്പെടുത്തും. എന്നാൽ പിന്നീട് ചിന്തിക്കുമ്പോൾ മനസ്സിലാകും, അന്ന് അത് നടക്കാതിരുന്നത് നമ്മുടെ നന്മയ്ക്കായിരുന്നു എന്ന്. അതായത് നിങ്ങൾ പോകാനിരുന്ന ഒരു യാത്ര തടസ്സപ്പെട്ടുവെന്നു കരുതുക. പിന്നീട് ആ യാത്രയിൽ എന്തെങ്കിലും അപകടം നടന്നതായി അറിഞ്ഞാൽ ഓർക്കുക, ഗുരുവായൂരപ്പൻ നിങ്ങളെ തടഞ്ഞുവച്ചതാണ്. കൂടാതെ കുട്ടികളെ അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷിക്കുന്ന എത്രയോ അനുഭവങ്ങൾ ഭക്തർ പങ്കുവയ്ക്കാറുണ്ട്. കണ്ണൻ കാത്തു എന്ന് നമ്മൾ പറയുന്നത് വെറുതെയല്ല. തന്റെ ഭക്തൻ ആപത്ത് വരുമ്പോൾ ഒരു കവചമായി ഭഗവാൻ കൂടെയുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ചില വ്യക്തികൾ ഒഴിഞ്ഞുപോവുകയോ ചില ബന്ധങ്ങൾ ഇല്ലാതാവുകയോ ചെയ്യുന്നത് ഭാവിയിലെ വലിയ ദുരന്തങ്ങളിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കാനായി ഭഗവാൻ നടത്തുന്ന ഇടപെടലുകളാണ്. ഗുരുവായൂരപ്പൻ കൂടെയുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിലെ ഒന്നിനെയും ഭയപ്പെടേണ്ടി വരില്ല. ഭഗവാൻ കൂടെയുണ്ടെന്നതിന്റെ ഏറ്റവും വലിയ അടയാളം നിങ്ങളുടെ ഭക്തി തന്നെയാണ്. നിങ്ങൾ ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഭഗവാൻ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നതാണ് സത്യം. മനസ്സും ശരീരവും ഭഗവാനിൽ അർപ്പിച്ച് എല്ലാം നിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞു നോക്കൂ. അന്നു മുതൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്കല്ല, മറിച്ച് ഭഗവാൻ ഉത്തരവാദിത്തപ്പെട്ടതായി മാറും. സുഹൃത്തുക്കളെ, ഗുരുവായൂരപ്പൻ വിളിപ്പുറത്തുണ്ട്. ആ ചൈതന്യം നിങ്ങളുടെ കൂടെയുള്ളതുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ കാണുന്നത് പോലും. കൂടാതെ നിങ്ങൾ ഗുരുവായൂരപ്പന്റെ ഭക്തനാണെങ്കിൽ ഗുരുവായൂരപ്പ എന്ന് താഴെ കമന്റ് ചെയ്യുക. ഭഗവാന്റെ കൃപ എല്ലാവരിലും ഉണ്ടാകട്ടെ. കൂടാതെ ഇതുപോലുള്ള കൂടുതൽ ആത്മീയ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.